ഗൈസ്, ഇത് ബ്രൈറ്റൺ ആണ്. എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ബ്രൈറ്റൺ 360യിലേക്ക് കയറാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം, അതെ, ഞങ്ങൾ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ആൾറെഡി അത് പൊങ്ങുന്നുണ്ട്. ഇത് ഏറ്റവും മുകളിൽ വരെ പോവും. എന്നിട്ട് സിറ്റിയുടെ ഒരു കിടിലൻ വ്യൂ നമുക്ക് കിട്ടും, ഒരു 360 ഡിഗ്രി വ്യൂ. അതാണ് ഈ ബ്രൈറ്റൺ 360 എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ബ്രൈറ്റൺ സീ ഫ്രണ്ട് ഏരിയയിൽ തന്നെയാണിത്. നല്ല ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ബ്രൈറ്റൺ എന്ന് പറയുന്നത്. ഭയങ്കര ഫേമസ് ആണ്. ലണ്ടനിൽ നിന്ന് അടുത്താണ്, ശരിക്കും 1.5 അവർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് വീക്കെൻഡ്സിലൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഒരുപാട് അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട്. എവിടെ കാണുന്നത് ബ്രൈറ്റൺ പിയർ ആണ്. നല്ല ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ സീ ഫ്രണ്ടിൽ തന്നെ ബീച്ചിലായിട്ട് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, പ്ലേയിങ് ഏരിയാസ്, കഫേസ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഒരു ബീച്ച് സൈഡ് എങ്ങനെ ഹാപ്പനിങ് ആക്കണം, എങ്ങനെ ആൾക്കാരെ കൊണ്ടുവരണം അവിടേക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ്സ്, ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒക്ടോബർ ലാസ്റ്റായി. അപ്പോൾ തണുപ്പ് തുടങ്ങിയതിൻ്റെ കുറച്ച് ആൾക്കാർ കുറവാണ്. സമ്മറിലാണ് ഇവിടെ കൂടുതൽ ആക്റ്റീവ്. കണ്ടോ, ഇവിടെ എല്ലായിടത്തും ഭയങ്കര ഹാപ്പനിങ് ആയിട്ടും പല റെസ്റ്റോറൻറ്റ്സും കഫേസും, ഇതെല്ലാം ഹോട്ടൽസ് ആണ്. ആ കാണുന്ന എല്ലാ ഹോട്ടൽസ് ആണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. 360യിൽ കയറാൻ നോർമൽ ആൾക്കാർക്ക് 20 പൗണ്ട്സ് ആണെന്ന് തോന്നുന്നു എൻട്രൻസ് ഫീ. ബ്രൈറ്റണിൽ താമസിക്കുന്നവർക്ക് റേറ്റ് കുറവാണ്. ബീച്ച് വഴി നടക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഈവനിങ് ടൈം വരാറുണ്ട്. കണ്ടോ, ഇവിടെ ബീച്ച് സൈഡ് തന്നെ റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, ഈവൻ കുറച്ചപ്പുറത്ത് ജിമ്മ് വരെ ഉണ്ട്. കണ്ടോ, എന്ത് നീറ്റായിട്ടാണ് ഇവിടുത്തെ ബീച്ചുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ചവറൊന്നുമില്ല. എല്ലായിടത്തും ഇതുപോലെ വേസ്റ്റ് ബിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ബ്രൈറ്റണിൻ്റെ 360യുടെ അവിടെ വന്നിട്ടുണ്ട്. വെസ്റ്റ് ബീച്ച് ഏരിയ ആണ്. അപ്പോൾ ഇതാണ് ബ്രൈറ്റൺ 360യുടെ ഒരു എൻട്രൻസ് എന്നൊക്കെ പറയാം. എൻ്റെ അകത്ത് കഫേയൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ്. ഇതിപ്പോൾ മുകളിലോട്ട് പോയിരിക്കുകയാണ്. ഇത് താഴെ വന്നിട്ട് അടുത്ത് നമുക്ക് കയറാം. ഇവിടെ ഫുള്ള് കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ പരിപാടികളാണ്. ഈ കാണുന്ന റെഡ് ബിൽഡിങ് ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ ആണ്. ഹിൽട്ടണിൻ്റെ പ്രോപ്പർട്ടിയാണ്. പിന്നെ ഈ തുരുമ്പിച്ച പില്ലേഴ്സ്, ഇത് പഴയ പിയറിൻ്റെ ഭാഗമായിരുന്നു. ഫയറും ബാക്കി കാരണങ്ങൾ കാരണം ഡാമേജ് ആയിപ്പോയതാണ്. ഇങ്ങനെയാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. 360യുടെ എൻട്രൻസ് കണ്ടോ, i360, ബ്രൈറ്റൺ i360, അങ്ങനെയാണിത് അറിയപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, ഈ സംഭവത്തിൻ്റെ. ഇവിടെ ഇപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. 11 ടൈം ആയതുകൊണ്ട് അതിൻ്റെ കുറേ സൂനീസ് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ ബ്രൈറ്റണിൻ്റെ തന്നെ കുറച്ച് സൂനീസ്, i360യുടെ സൂനീസ്, അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബ്രൈറ്റണിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ഓഫ് ഉണ്ട്. 5 പൗണ്ട്സ് ആണ് ഇവിടെ താമസിക്കുന്നവർക്ക്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ചിലപ്പോൾ കാണിക്കേണ്ടി വരും. പുറത്തുനിന്ന് വരുന്നവർക്ക്, വേറെ ഏത് സിറ്റിയിൽ നിന്ന് വന്നാലും 20 പൗണ്ട്സ് ആണ് ഒരു ടിക്കറ്റിന്. അതായത് ചെറിയ സെക്യൂരിറ്റി ചെക്കും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തുമാത്രം തിരക്കാണ്. ഇതെല്ലാം ഇതിൽ കയറാൻ വേണ്ടി വന്നവരാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൽ കയറിയപ്പോ തന്നെ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി. ഇതിനെ പതിയെ നല്ല സ്ലോയിലേ പൊങ്ങത്തുള്ളൂ. പിന്നെ ഇതിൽ തന്നെ ഒരു ചെറിയ കഫേ ഒക്കെ ഉണ്ട്. സീറ്റിംഗ് പൊസിഷൻസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ ഡ്രിങ്ക്സ് വേണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് ഡ്രിങ്ക്സ് കുടിക്കാം. വൈൻസ് ഉണ്ട്, അത്യാവശ്യം എല്ലാം ഉണ്ട്. പതിയെ പൊങ്ങുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. ആണ് ബ്രൈറ്റൺ സീ ഫ്രണ്ട് ഏരിയ. ഇതുവരെ എത്തത്തുള്ളൂ, ഇനി പതിയെ താഴുമായിരിക്കും. ഞങ്ങളങ്ങനെ ടോപ്പിലെത്തിയിരിക്കുകയാണ്.
അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. ഒരു സൈഡ് കടല്, മറ്റേ സൈഡ് ലാൻഡ് കാണാൻ പറ്റും. ഈവനിങ് ടൈം ആയപ്പോ എല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന്റെ ഒരു തിരക്കിലാണ്. റോഡിൽ അതാണ് ആ തിരക്കൊക്കെ കാണുന്നത്. ബ്രൈറ്റൺ സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇതാണ് ബ്രൈറ്റൺ എന്ന് പറയുന്ന ഒരു സിറ്റി. അതിൻ്റെ ഒരു വ്യൂ നമുക്ക് പനോരമിക് വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ഇപ്പുറത്ത് വരുമ്പോൾ ബ്രൈറ്റണിന്റെ ഓപ്പോസിറ്റ് സൈഡ് വ്യൂ ആണ്. ഇത് സ്ട്രെയിറ്റ് മെയിൻ റോഡാണ്. ശരിക്കും വർത്തിങ് റൂട്ടിലോട്ടൊക്കെ പോകുന്ന റോഡാണെന്ന് തോന്നുന്നു. സ്ട്രെയിറ്റ് നേരെ കിടക്കുന്ന റോഡ് വർത്തിങ്ങിലോട്ട് പോകുന്നതാണ്. ദൂരെയുള്ള മലനിരകൾ വരെ കാണാം. ഇതൊരു നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. ഈ ഫ്രണ്ടിലൊക്കെ കാണുന്നത് ഹോട്ടലുകളൊക്കെയാണ്. പിന്നെ ഒരുപാട് പബ്ബുള്ള ഒരു സിറ്റിയാണ് ബ്രൈറ്റൺ എന്ന് പറയുന്നത്. അതിന് ലോക്കൽ പബ്ബുകൾക്ക് ഭയങ്കര പ്രശസ്തമാണ് ബ്രൈറ്റൺ. താഴെ എത്തിയിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രൈറ്റണില് ഒരുപാട് കാലം ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ഇപ്പോഴാണ് സാധിച്ചത്. ബ്രൈറ്റണിൽ വരുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ i360 എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് വരുന്നവർക്ക് £20 ആണെന്ന് തോന്നുന്നു റേറ്റ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. അപ്സൈഡ് ഡൗൺ ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ശരിക്കും പേര് പോവാം. പേരിൽ കുറെ അട്രാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ബീച്ച് സൈഡ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പബ്സ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ 360 ഉണ്ട്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ അപ്സൈഡ് ഡൗൺ ഹൗസ് ഉണ്ട്. പിന്നെ സീ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഒരുപാട് നടക്കാം. പിന്നെ ഒരു 1 ഡേ ട്രിപ്പിന് വരുന്നവർക്കൊക്കെ 7 സിസ്റ്റേഴ്സ് ഉണ്ട് അടുത്ത് കാണാവുന്ന. പിന്നെ ഇവിടെ ടൗൺ സെന്ററിൽ തന്നെ ഒരു ചെറിയ മോളുണ്ട്. പിന്നെ അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫൈൻ ഡൈനിങ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രൈറ്റൺ എന്ന ഈ ചെറിയൊരു ടൗണില്. അപ്പോൾ വരുന്നവർക്ക് ഒരു ദിവസം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അത്യാവശ്യം എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ i360 നിന്ന് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരുന്നവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പൊ ഇതിൽ കയറിയപ്പം ജസ്റ്റ് ഒരു വ്ലോഗ് എടുത്തന്നേ ഉള്ളൂ. നൈറ്റൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കണ്ടോ. ഒരു സമ്മറൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഇപ്പൊ വിന്റർ തുടങ്ങിയതിന് ശേഷമാണ് അത്രയ്ക്ക് ആക്റ്റീവ് അല്ലാതെ കിടക്കുന്നത്. പക്ഷെ ടൗൺ സെന്റർ നല്ല തിരക്കായിരിക്കും. ഭയങ്കര വിന്റർ ഡിസംബർ ടൈമിൽ പോലും ഇവിടുത്തെ പബ്ബുകളെല്ലാം ഭയങ്കര തിരക്കായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി.